ചേർത്തല KVM ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ലേബർ കമ്മീഷണർ വിളിച്ച യോഗം ഇന്ന്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ അനിശ്ചിതകാല പണിമുടക്ക് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഉപേക്ഷിച്ചിരുന്നു. നഴ്സുമാർക്ക് മിനിമം വേതനം ഉറപ്പാക്കുന്ന ശമ്പള പരിഷ്കരണ ഉത്തരവ് ഈ മാസം 31-ന് മുൻപ് ഇറക്കുമെന്ന് മുഖ്യമന്ത്രി നഴ്സുമാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. KVMലെ നഴ്സുമാരുടെ സമരം ഇന്ന് 197-ാം ദിവസത്തിലെത്തി. ലേബർ കമ്മീഷണർ നഴ്സുമാരുമായി കഴിഞ്ഞ തവണ നടത്തിയ ചർച്ചയിൽ മാനേജ്മെന്റ് പങ്കെടുക്കാത്തതിനെ തുടർന്ന് തീരുമാനമാകാതെ പിരിഞ്ഞു. നഴ്സുമാർക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച തരത്തിൽ മിനിമം ശമ്പളം നൽകാനാകില്ല എന്നതാണ് മാനേജ്മെന്റ് നിലപാട്. ലേബർ കമ്മീഷണറുമായുള്ള യോഗത്തിനു ശേഷം നഴ്സുമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. സിസ്റ്റർ അഭയ കേസിൽ പ്രതികളുടെ വിടുതൽ ഹർജിയിൽ ഇന്ന് CBI കോടതി വിധി പറയും. ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പിതർക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരുടെ അപേക്ഷയിലാണ് വിധി പറയുക. തങ്ങൾക്കെതിരായ കുറ്റപത്രം റദ്ദാക്കണമെന്ന പ്രതികളുടെ ആവശ്യത്തിന്മേലാണ് CBI ജഡ്ജി J. നാസർ വിധി പറയുക. ദുരൂഹമായ സാഹചര്യത്തിൽ 1992 മാർച്ച് 17-നാണ് സിസ്റ്റർ അഭയ കോട്ടയം പയസ്റ്റൻത് കോൺവെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചെങ്കിലും ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. എന്നാൽ പിന്നീട് കേസന്വേഷിച്ച CBI ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പിറക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരാണ് കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തി. പ്രതികൾക്ക് സിസ്റ്റർ സെഫിയുമായുള്ള അവിഹിത ബന്ധം അഭയ കണ്ടതാണ് കൊലപ്പെടുത്താനുള്ള കാരണമായി CBI പറയുന്നത്. 2009 ജൂലൈ 17-ന് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പ്രതികൾ ഓരോരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിചാരണ നീട്ടുകയായിരുന്നു. എന്നാൽ കോടതി CBIക്കും പ്രതിഭാഗത്തിനും അന്ത്യശാസനം നൽകിയതിനെ തുടർന്ന് വിടുതൽ ഹർജിയിൽ മേൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായി. തങ്ങൾക്കെതിരായ കുറ്റപത്രം റദ്ദാക്കണമെന്നാണ് പ്രതികളുടെ ആവശ്യം. കേസിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ KT മൈക്കിളിനെ തെളിവ് നശിപ്പിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടി കോടതി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രതികൾ വിചാരണ നേരിടണമെന്ന് കോടതി ഉത്തരവിട്ടാൽ കത്തോലിക്കാ സഭയ്ക്ക് വിധി വലിയ തിരിച്ചടിയാകുമെന്നുള്ളത് ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലയാളത്തിന്റെ പ്രിയ നടൻ കലാഭവൻ മണി ഓർമ്മയായി 2 വർഷം പിന്നിടുമ്പോഴും മരണത്തിലെ ദുരൂഹതകളുടെ ചുരുളഴിയുന്നില്ല. മണിയുടെ മരണം സ്വാഭാവികമോ ആത്മഹത്യയോ കൊലപാതകമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഉത്തരം കണ്ടെത്താനായില്ല. കുടുംബം ആരോപിക്കുന്ന സംശയങ്ങളിൽ ഉൾപ്പെടെ CBI അന്വേഷണം നടന്നുവരികയാണ്. അപ്രതീക്ഷിതമായി ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ച 2016 മാർച്ച് 6-നാണ് കലാഭവൻ മണിയുടെ മരണവാർത്ത പുറത്തുവന്നത്. അസ്വാഭാവിക മരണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. മണിയുടെ ശരീരത്തിൽ കണ്ടെത്തിയ രാസവസ്തുക്കളും മറ്റ് തെളിവുകളും ഉയർത്തിയ സാധ്യതകളിലേക്കെല്ലാം പോലീസ് അന്വേഷണം നീണ്ടു. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കേസ് CBIക്ക് കൈമാറി സർക്കാർ ഉത്തരവിറക്കുകയും കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മെയ് മാസത്തിൽ CBI അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇന്നലെ വരെ CBI ഉദ്യോഗസ്ഥർ ഇവിടെ നാട്ടിലുണ്ട്. കേസ് അതിൻ്റെതായ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മൾ കോടതി വിധി പ്രകാരം CBI അന്വേഷണം വന്നതുകൊണ്ട് അത് കോടതിയിൽ തന്നെയാണ് നമുക്ക് അതിനൊരു ഉത്തരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പോലീസിന്റെ കണ്ടെത്തലുകൾ നിരീക്ഷിച്ചുള്ള CBI അന്വേഷണത്തിൽ കാര്യമായ പുരോഗതികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. മണിയുടെ 2ാം ചരമവാർഷികത്തിലും മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കുടുംബത്തിനൊപ്പം ആരാധകരും കാത്തിരിപ്പ് തുടരുകയാണ്. ചാലക്കുടിയിൽ മണിയുടെ ഓർമ്മദിനമായ ഇന്ന് പുഷ്പാർച്ചനയും വിവിധ പരിപാടികളും നടക്കും. ചാലക്കുടി നഗരസഭയും അനുസ്മരണ പരിപാടികൾ ഒരുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുൻ ധനമന്ത്രി P. ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം ആദായനികുതി വകുപ്പിനെതിരെയും CBIക്കെതിരെയും നൽകിയ ഹർജികളിൽ ഇന്ന് സുപ്രീം കോടതി വാദം കേൾക്കും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആദായനികുതി വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കണമെന്നാണ് ആവശ്യം. അതേസമയം നിലവിൽ CBI കസ്റ്റഡിയിലുള്ള കാർത്തി ചിദംബരത്തിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. INX മീഡിയ കേസിൽ ഇക്കഴിഞ്ഞ 28-നാണ് കാർത്തി ചിദംബരത്തെ CBI അറസ്റ്റ് ചെയ്തത്. അച്ഛൻ P. ചിദംബരം കേന്ദ്ര ധനമന്ത്രിയായിരിക്കെ സ്വാധീനം ഉപയോഗിച്ച് INS മീഡിയയ്ക്ക് അനധികൃതമായി വിദേശ ഫണ്ട് തരപ്പെടുത്തി കൊടുത്തെന്നാണ് കേസ്. ഈ കേസുകളെല്ലാം രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാർത്തി ചിദംബരം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആദായനികുതി വകുപ്പും CBIയും തനിക്കെതിരെ കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുകയാണെന്നും തെളിവ് ഹാജരാക്കാൻ പോലും അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്നില്ലെന്നും കാർത്തി ചിദംബരം ആരോപിക്കുന്നു. തന്നെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളെല്ലാം റദ്ദാക്കണമെന്നും കാർത്തി ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ CBI കസ്റ്റഡിയിലുള്ള കാർത്തി ചിദംബരത്തെ ഈ കേസിൽ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുന്നു. കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയും. ഉച്ചയോടെ ദില്ലി പട്യാല കോടതിയിൽ ഹാജരാക്കുന്ന കാർത്തി ചിദംബരത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് ആദായനികുതി വകുപ്പ് ആവശ്യപ്പെടും. ന്യൂസ് ബ്യൂറോ, ദില്ലി.
മേഘാലയയിൽ ബിജെപി NPP സഖ്യം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 21 സീറ്റുകളുടെ ഭൂരിപക്ഷം നേടിയ കോൺഗ്രസിനെ അട്ടിമറിച്ചാണ് 2 സീറ്റുകൾ മാത്രം നേടിയ ബിജെപി മറ്റു പാർട്ടികളെ കൂട്ടുപിടിച്ച് സർക്കാർ രൂപീകരിക്കുന്നത്. NPP നേതാവ് കോൺറാഡ് സാക്മ മുഖ്യമന്ത്രിയാകും. അതേസമയം ത്രിപുരയിൽ മുഖ്യമന്ത്രിയെ ചൊല്ലി ബിജെപി IPFT തർക്കം രൂക്ഷമായി. മുഖ്യമന്ത്രിയെ ഇന്നലെ പ്രഖ്യാപിക്കുമെന്ന് ബിജെപി പറഞ്ഞിരുന്നുവെങ്കിലും തർക്കം പരിഹരിച്ച ശേഷമേ പ്രഖ്യാപനമുണ്ടാകൂ. 21 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനെ അട്ടിമറിച്ചാണ് മേഘാലയയിൽ ബിജെപി NPP സഖ്യം സർക്കാർ രൂപീകരിക്കുന്നത്. NPP, ബിജെപി, HSPDP, UDP, PDF എന്നീ 5 പാർട്ടികളുടെ സഖ്യമാണ് അധികാരത്തിലെത്തുന്നത്. 19 സീറ്റുകളുള്ള NPPയുടെ കോൺറാഡ് സാക്മയാണ് മുഖ്യമന്ത്രിയാകുക. ബിജെപിക്ക് ഒരു മന്ത്രിയുണ്ടാകും. മറ്റു പാർട്ടികൾക്കും മന്ത്രിസഭയിൽ തുല്യ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് NPP ഉറപ്പു നൽകി. രാവിലെ 10:30 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ബിജെപി ദേശീയ നേതാക്കൾ ചടങ്ങിനെത്തും. എന്നാൽ കൂട്ടുമന്ത്രിസഭയായതിനാൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂട്ടുമന്ത്രിസഭകളിൽ അധികാര നേട്ടത്തിന് ശേഷം തർക്കങ്ങൾ രൂക്ഷമാകുന്ന ചരിത്രമാണുള്ളത്. ത്രിപുരയിൽ ബിജെപിക്ക് അധികാരം പിടിക്കാനായെങ്കിലും മുഖ്യമന്ത്രിയെ ചൊല്ലി തർക്കം രൂക്ഷമായി. ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയെ വേണമെന്നാണ് വിഘടനവാദികളായ IPFTയുടെ നിലപാട്. എന്നാൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനായ ബിപ്ലബ് കുമാർ ദേബിനെ മുഖ്യമന്ത്രിയാക്കാനാണ് ബിജെപി തീരുമാനം. IPFTയെ അനുനയിപ്പിക്കാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയേക്കും. മുഖ്യമന്ത്രിയെ ഇന്നലെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തർക്കം പരിഹരിച്ച ശേഷം പ്രഖ്യാപിക്കാമെന്ന നിലപാടിലാണ് ബിജെപി. നാഗാലാൻഡിൽ NDPP ബിജെപി സഖ്യം നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. NDPP നേതാവായ നെഫ്യൂറിയോ ആണ് മുഖ്യമന്ത്രിയാകുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. അധികാരത്തിനായി ഏത് തീവ്രവാദ ശക്തിയുമായും കൂട്ടുകൂടുന്ന പാർട്ടിയാണ് BJP എന്ന് ത്രിപുര തെളിയിച്ചതായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പണമൊഴുക്കിയും കേന്ദ്ര അധികാരം ഉപയോഗിച്ചുമാണ് ത്രിപുരയിൽ BJP ജയിച്ചത്. ത്രിപുരയിലെ കോൺഗ്രസ് പൂർണ്ണമായി BJPയായി മാറുകയായിരുന്നു. ത്രിപുരയിൽ താമര വിരിഞ്ഞത് കൈപ്പത്തിയിലാണെന്നും കോടിയേരി പറഞ്ഞു. CPIM കോട്ടയം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രഭരണം ദുർവിനിയോഗം ചെയ്തും പണമൊഴുക്കിയും തീവ്രവാദ ശക്തികളുമായി കൂട്ടുചേർന്നുമാണ് ത്രിപുരയിൽ BJP ജയിച്ചതെന്ന് കോടിയേരി പറഞ്ഞു. അധികാരം നേടാൻ ഏത് തീവ്രവാദ ശക്തിയുമായി കൂട്ടുകൂടുന്ന പാർട്ടിയായി BJP മാറി. അധികാരം കിട്ടാൻ അവരെന്ത് വഴികൾ സ്വീകരിക്കും? അധികാരം ഉപയോഗിച്ചുകൊണ്ട് RSSന്റെ തത്വശാസ്ത്രം നടപ്പാക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അധികാരം കൈക്കലാക്കാൻ അവരേത് വിരുദ്ധ ശക്തികളുമായും തീവ്രവാദ ശക്തികളുമായും വർഗീയ ശക്തികളുമായും മുന്നണി ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയായി ഇന്ന് BJP മാറിയിരിക്കുകയാണ്. ISISമായിട്ടും നാളെ BJP മുന്നണി ഉണ്ടാക്കും. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ISISന്റെ വിവിധ ഗ്രൂപ്പുകളായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകളുമായും നാളെ BJP മുന്നണി ഉണ്ടാക്കും. ത്രിപുരയിലെ BJP പേരുമാറ്റിയ കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തവണ 36% വോട്ട് നേടിയ കോൺഗ്രസ് ഇത്തവണ 1.5% വോട്ട് മാത്രമാണ് നേടിയത്. കൈപ്പത്തിയിലാണ് ത്രിപുരയിൽ താമര വിരിഞ്ഞതെന്നും കോടിയേരി പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് 36% വോട്ട് കിട്ടി, 10 സീറ്റും കിട്ടി. ആ കോൺഗ്രസുകാർ MLAമാർ പിന്നെ തൃണമൂൽ കോൺഗ്രസായി. ആ തൃണമൂൽ കോൺഗ്രസുകാരായ MLAമാരെ പിന്നെ BJP MLAമാരാക്കി മാറ്റി. എങ്ങനെയാണ് താമര വിരിയുന്നത്? കൈപ്പത്തിയിലാണ് ത്രിപുരയിൽ താമര വിരിഞ്ഞത്. വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കോടിയേരിക്ക് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻ വരവേൽപ്പാണ് ഒരുക്കിയത്. സ്വീകരണ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി VN വാസവൻ അധ്യക്ഷനായിരുന്നു. LDF കൺവീനർ വൈക്കം വിശ്വൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മൂന്നാർ ഗുണ്ടുമലയിൽ ശിശുപരിപാലന കേന്ദ്രത്തിലെ ആയയെ കൊലപ്പെടുത്തിയ കേസിൽ മകനും ഭർത്താവും പിടിയിൽ. ബൈക്കും മാലയും വാങ്ങിത്തരാത്തതിന്റെ പേരിലാണ് കഞ്ചാവിന് അടിമയായിരുന്ന മകൻ അമ്മയെ കൊലപ്പെടുത്തിയത്. മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിനാണ് പിതാവ് അറസ്റ്റിലായത്. 2017 ഫെബ്രുവരി 14 ഗുണ്ടുമല ശിശുപരിപാലന കേന്ദ്രത്തിലെ ആയയായിരുന്ന രാജ്ഗുരു ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് കെട്ടിടത്തിൽ കയറി ചെന്ന മകൻ രാജ്കുമാർ രാജ്ഗുരുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കഴുത്തിലുണ്ടായിരുന്ന 12 പവൻ മാല മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് മൂന്നാർ CI സാംജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ കൊല നടത്തിയത് രാജ്കുമാറാണെന്ന് കണ്ടെത്തി. എന്നാൽ പ്രതിക്ക് പ്രായപൂർത്തിയാകാതിരുന്നതിനാലും തൊണ്ടിമുതലുകൾ കണ്ടെടുക്കാൻ കഴിയാതിരുന്നതിനാലും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല.
ഇതിനിടെ രാജ്കുമാറിനെ പിതാവ് മണികുമാർ തമിഴ്നാട്ടിലെ ബന്ധുവീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇടുക്കി SP KB വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പിടിയിലാകുകയായിരുന്നു. ഗഞ്ചാവ് അഡിക്റ്റ് ആയിട്ടുള്ളതും ലൂസ് ലൈഫ് നടത്തിയിരുന്നതായിട്ടുള്ള രാജകുമാർ എന്ന അന്ന് 17 വയസ്സായിട്ടുള്ളൂ. ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ ഒരു മാസമായി. ലൂസ് ലൈഫ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കുന്നതിനും കഞ്ചാവ് അടിക്കുന്നതിനും അമ്മ സമ്മതിക്കാത്തതാണ് ഇതിനകത്ത് കാരണം. കഞ്ചാവിന് അടിമയായിരുന്ന രാജകുമാർ ബൈക്കും സ്വർണ്ണമാലയും വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും രാജഗുരു ഇതിന് വഴങ്ങിയിരുന്നില്ല. ഇതാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. മാലയും കൊല്ലാൻ ഉപയോഗിച്ച വാക്കത്തെയും ഉൾപ്പെടുന്ന തെളിവുകൾ നശിപ്പിക്കുകയും മകനെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തതിനാണ് മണികുമാർ അറസ്റ്റിലായത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സോളാർ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സരിത S. നായരുടെ മൊഴിയെടുത്തു. സരിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയ ശേഷം സരിതയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം ആലോചിക്കുന്നു. എന്നാൽ മൊഴി നൽകി പുറത്തേക്ക് വന്ന സരിത മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇന്നലെ രാവിലെ 10:30 മുതൽ ആരംഭിച്ച മൊഴിയെടുപ്പ് നടപടിക്രമങ്ങൾ 8 മണിക്കൂർ നീണ്ട വൈകുന്നേരം 6:15 അവസാനിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരായ SP രാജീവിന്റെ നേതൃത്വത്തിൽ 4 DYSPമാർ നേരിട്ടാണ് സരിതയുടെ മൊഴി രേഖപ്പെടുത്തിയത്. സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെക്കുറിച്ചാണ് ഇന്നലെ മൊഴിയെടുപ്പിൽ കൂടുതലായി ചോദിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം. അന്നത്തെ ഭരണനേതൃത്വവുമായി ബന്ധപ്പെടുത്തുന്നതിനിടയാക്കിയ സാഹചര്യവും കാരണങ്ങളും അന്വേഷണ സംഘം വിശദമായി ചോദിച്ചറിഞ്ഞു. എന്നാൽ മുമ്പ് സോളാർ അന്വേഷണ കമ്മീഷനും മാധ്യമങ്ങൾക്ക് മുമ്പിലും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സരിത ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലും വെളിപ്പെടുത്തിയത്. സരിതയുടെ മൊഴിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യമുണ്ടോ എന്ന് സംഘം പരിശോധിക്കും. മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തിയ ശേഷം സരിതയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തുവാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മൊഴിയെടുപ്പ് നടപടിക്രമങ്ങൾ ഒരാഴ്ചയിലേറെ നീളുമെന്നാണ് ലഭ്യമാകുന്ന സൂചന. കൂടാതെ സരിതയോട് തലസ്ഥാന നഗരം വിട്ടുപോകരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മൊഴിയെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സരിത മാധ്യമങ്ങളോടും പ്രതികരിക്കാൻ തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുളിർമാവിന്റെ കൊമ്പ് വെട്ടിയതിന് ആദിവാസി കുടുംബത്തിന്റെ സ്ഥലം റവന്യൂ വകുപ്പ് ജപ്തി ചെയ്തു. വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ മക്കിമലയിൽ പീടികക്കുന്ന് ഗോവിന്ദന്റെ 10 സെന്റ് സ്ഥലമാണ് ജപ്തി ചെയ്തത്. 1997 റോഡ് നിർമ്മാണത്തിനിടെ റോഡരികിലെ ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പ് വെട്ടിയതാണ് ഇപ്പോൾ ജപ്തി നടപടി വരെ എത്തിയത്. 1997 പീടികക്കുന്ന് കോളനിയിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിനിടെയാണ് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പ് വെട്ടിയത്. 2013 മരം മുറിച്ചുമാറ്റിയെന്ന പേരിൽ പിഴയടയ്ക്കാൻ ഗോവിന്ദന് റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ചു. 2017 മാർച്ചിൽ വീണ്ടും നോട്ടീസ് അയച്ചു. കൂലിപ്പണിക്കാരനായ ഗോവിന്ദൻ അടയ്ക്കേണ്ട പിഴ 29,081 രൂപ. പിഴയടച്ചില്ലെങ്കിൽ 10 സെന്റ് സ്ഥലം ജപ്തി ചെയ്യുമെന്നും അറിയിച്ചു. ആ റോഡിന്റെ സൈഡിൽ നിന്ന് എന്റെ പറമ്പിൽ നിന്ന് ആ ഒരു ചെറിയ ഒരു മരക്കമ്പ് റോഡിലേക്ക് ചാഞ്ഞു നിന്നത് കൊണ്ട് ഞാൻ മുറിച്ച് മാറ്റി കഷ്ണാക്കി മാറ്റിവെച്ച് അത് വില്ലേജുകാർ വന്ന് ആ കഷ്ണങ്ങൾ മാറ്റി വെച്ച് റോഡ് എടുത്ത് ശരിയാണ്. പിന്നീട് വന്ന് അവർ 10 സെന്റ് സ്ഥലം ജപ്തി ചെയ്യാന്ന് പറഞ്ഞ് അളന്ന് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഈ 30,000 ഉറുപ്പ്യ അടച്ചാൽ മാത്രമേ ഈ സ്ഥലം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വില്ലേജുകാർ പറഞ്ഞിട്ട് പോയതാണ്. ഇതുകൊണ്ടും തീർന്നില്ല. ആകെയുള്ള 50 സെന്റിൽ ബാക്കിയുള്ളതിന് നികുതി സ്വീകരിക്കാൻ വില്ലേജ് അധികൃതർ തയ്യാറാവുന്നുമില്ല. ഇതോടെ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് പുറത്താണ് ഈ കുടുംബം. നിയമവിരുദ്ധമായ മരമുറിയും ലോഡ് കണക്കിന് മരം ചുരമിറങ്ങുന്നതും പതിവായ വയനാട്ടിലാണ് മരക്കൊമ്പ് വെട്ടിയതിന് ആദിവാസി കുടുംബത്തിന്റെ സ്ഥലം റവന്യൂ വകുപ്പ് ജപ്തി ചെയ്തത്. ന്യൂസ് ബ്യൂറോ, വയനാട്. തായ്വാനിലെ ഗ്രാമീണ കാഴ്ചകൾ ക്യാൻവാസിലൂടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയാണ് തിരുവനന്തപുരം സ്വദേശി D. അജോയ് കുമാർ. തായ്വാനിലെ മത്സ്യചന്തകളും പച്ചയായ ജീവിതങ്ങളുമാണ് തായ്വാൻ നിവാസി കൂടിയായ ഈ ചിത്രകാരൻ തന്റെ വരകളിലൂടെ കാണിച്ചു തരുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള UDF രാപ്പകൽ സമരം പാട്ടുപാടി ആഘോഷമാക്കി കോൺഗ്രസ് MLA. ആലുവ MLA അൻവർ സാദത്തിന്റെ നേതൃത്വത്തിലാണ് സമരപ്പന്തലിൽ കരോക്കെ ഗാനമേള നടത്തിയത്. ആലുവ കൂടാതെ സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിലെ സമരപ്പന്തലുകളും ആഘോഷങ്ങളുടെ കേന്ദ്രമായിരുന്നു. ഷുഹൈബിന്റെ കൊലപാതകത്തിൽ ദുഃഖിതരായ കോൺഗ്രസ് പ്രവർത്തകർ കൊലയാളികളോടുള്ള പ്രതിഷേധം അറിയിച്ചത് ഇങ്ങനെയായിരുന്നു. രാപ്പകൽ സമരം സന്ധ്യ പിന്നിട്ടതോടെ പ്രതിഷേധവേദി ആഘോഷത്തിന് വഴിമാറി.
ആലുവയിൽ രാപ്പകൽ സമരവേദിയിൽ കരോക്കെ ഗാനമേളയ്ക്ക് നേതൃത്വം നൽകിയത് MLA അൻവർ സാദത്ത്. MLA പാടി തകർക്കുമ്പോൾ പ്രവർത്തകരും മതിമറന്ന് ഏറ്റുപാടി. ആലുവയിൽ മാത്രമായിരുന്നില്ല ഗാനമേള. മറ്റു പല മണ്ഡലങ്ങളിലെയും സമരവേദിയിൽ ഗാനത്തിനൊപ്പം ചുവടുകൾ വെച്ചും UDFുകാർ സമരം ഗംഭീരമാക്കി. സംസ്ഥാനത്തെ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3-ന് തുടങ്ങിയ രാപ്പകൽ സമരം 4-ന് രാവിലെ 10-നാണ് അവസാനിച്ചത്. ഷുഹൈബ് അറസ്റ്റിൽ CBI അന്വേഷണമായിരുന്നു വിഷയമെങ്കിലും സമരം തുടങ്ങി ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടതോടെ കാരണം മറന്നുപോയ MLA ഉൾപ്പെടെയുള്ള UDF പ്രവർത്തകരെയാണ് ജനങ്ങൾ കണ്ടത്. KM ഉമേഷ്, കൊച്ചി. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ പകച്ചു നിൽക്കുകയാണ് കൊല്ലം അഞ്ചാലിമൂട് സ്വദേശികളായ ഷാഹിദയും മകളും. നിരന്തരം വേട്ടയാടുന്ന രോഗവും വിവാഹപ്രായമായ മകളും മാത്രമാണ് ഈ ഉമ്മയ്ക്ക് കൂട്ടായുള്ളത്. സ്വന്തമായി 1 സെന്റ് ഭൂമി പോലുമില്ലാത്ത ഇവർ നല്ല മനസ്സുകളുടെ സഹായം തേടുകയാണ്. വൈദ്യശാസ്ത്രം കീറിമുറിക്കാത്ത അവയവങ്ങളില്ല ഷാഹിദ ഉമ്മയുടെ ശരീരത്തിൽ. എന്നിട്ടും രോഗമെന്ന കൂട്ടുകാരി ഈ ഉമ്മയെ വിട്ടുപോകാൻ തയ്യാറല്ല. ഏതു സമയവും നിലച്ചു പോകാവുന്ന ഹൃദയത്തിന് ഒരു ശസ്ത്രക്രിയ കൂടി വേണം. തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തുടരണം. ഓരോ തവണ ശരീരത്തിലൂടെ സർജറി കത്തികൾ ആഴത്തിലുള്ള മുറിവേൽപ്പിക്കുമ്പോഴും ഈ ഉമ്മയ്ക്ക് കണ്ണു നിറയില്ല. പക്ഷേ വിവാഹപ്രായമായ മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വേദന ശരീരത്തിലേൽപ്പിക്കുന്ന മുറിവിനേക്കാൾ വേദനിപ്പിക്കും. എനിക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. 20 വയസ്സായ ഒരു മോളെയും കൊണ്ട് എനിക്ക് കയറി കിടക്കാനിടവില്ല. നാട്ടുകാരെ മുമ്പിൽ കൈ നീട്ടി ഞാൻ എൻ്റെ മോളെ ഇത്രയും വളർത്തി. ഞങ്ങൾക്ക് ആരുമില്ല സഹായിക്കാൻ. എന്നെ എൻ്റെ മോളെ സംരക്ഷിക്കണം. കയറി കിടക്കാൻ ഒരു കൂര വേണം. എല്ലാ അസുഖവും ഭേദമാവണം. കൊല്ലം അഞ്ചാലമൂട് സ്വദേശികളായ ഇവർക്ക് കയറിക്കിടക്കുവാൻ 1 സെന്റ് ഭൂമി പോലുമില്ല. സ്വന്തമെന്ന് പറയുവാനും മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാരാണ് ആകെയുള്ള ആശ്രയം. സഹായം തേടി ഞങ്ങളെ സമീപിച്ച ഈ ഉമ്മയെയും മകളെയും തനിച്ചാക്കാനാകില്ല. അതിനാൽ ഇനിയുള്ള ജീവിതത്തിൽ ഈ മകൾക്ക് ഉമ്മയെ നഷ്ടപ്പെടാതിരിക്കുവാൻ, അന്തിയുറങ്ങുവാൻ അടച്ചുറപ്പുള്ള ഒരു വീടിനുമായി ഞങ്ങൾ നല്ല മനസ്സുകളുടെ സഹായം തേടുകയാണ്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാണാതായ 15-കാരനായ സ്കൂൾ വിദ്യാർത്ഥിയെ റെയിൽപാളത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം തരം വിദ്യാർത്ഥി മാങ്ങാട് സ്വദേശി മുഹമ്മദ് ജാസിറിന്റെ മൃതദേഹമാണ് അഴുകി തുടങ്ങിയ നിലയിൽ 4ാം നാൾ കണ്ടെത്തിയത്. ജാസിറിന്റെ ദുരൂഹ മരണത്തിൽ ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നൽകുന്ന യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങാനെന്ന പേരിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നുമിറങ്ങിയ മുഹമ്മദ് ജാസിർ തിരികെ വീട്ടിലെത്തിയില്ല. മാങ്ങാട്ടെ ജാഫർ ഫരീദ ദമ്പതികളുടെ 3 മക്കളിൽ മൂത്തവനാണ് മുഹമ്മദ് ജാസിർ. കാണാതായതിനെ തുടർന്ന് ജാസിറിന്റെ ബന്ധുക്കൾ ബേക്കൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല. ഇന്ന് പുലർച്ചെയാണ് കളനാട് ബസ് സ്റ്റോപ്പിന് പിന്നിൽ റെയിൽവേ ട്രാക്കിന് സമീപം ഓടയിൽ ജാസിറിന്റെ മൃതദേഹം അഴുകിത്തുടങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ. ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ചിലരെ ചോദ്യം ചെയ്തു വരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വരാനിരിക്കുന്ന വരൾച്ചയെ നേരിടാനൊരുങ്ങുകയാണ് കോഴിക്കോട് ജില്ല. കുറ്റ്യാടി ജലസേചന കനാലുകളും കനോലി കനാലും മാലിന്യമുക്തമാക്കി പുനരുജ്ജീവിപ്പിച്ചും ഒപ്പം പുഴകളെ പുനരുജ്ജീവിപ്പിച്ചും തീരപ്രദേശങ്ങളെ സൗന്ദര്യവൽക്കരിച്ചും സർക്കാരിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി 2 മെഗാ പദ്ധതികളാണ് കോഴിക്കോട് നടപ്പിലാക്കുന്നത്. കുറ്റ്യാടി കനാൽ, കല്ലായിപ്പുഴ, കനോലി കനാൽ തുടങ്ങി കോഴിക്കോടിന്റെ ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കി മാറ്റി വരാൻ പോകുന്ന വരൾച്ചയെ നേരിടാൻ സജ്ജമാവുകയാണ് കോഴിക്കോട്. പതിറ്റാണ്ടുകളായി കോഴിക്കോട് നഗരത്തിന്റെ ജീവനാഡി എന്ന പോൽ ഒഴുകുന്ന കനോലി കനാലിലെ ജലം മാലിന്യമുക്തമാവുന്നതോടെ കൃഷിക്കടക്കം ഉപയുക്തമാവും. കുറ്റ്യാടി കനാൽ ശുചീകരിച്ച് വെള്ളമൊഴുക്കി വിടുന്നതോടെ ജലസമ്പന്നമാവും എന്ന കണക്കുകൂട്ടലും ഭരണകൂടത്തിനുണ്ട്.
ഇടതു സർക്കാരിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി ഈ 2 മെഗാ പദ്ധതികളാണ് കോഴിക്കോട് നടപ്പിലാക്കുക. ഈ കനാലിന്റെ വിഷയമുണ്ട്, കല്ലായി പുഴയുടെ വിഷയമുണ്ട്. കല്ലായി പുഴയ്ക്ക് സർവേ നടത്തി അതിൻ്റെ കാര്യങ്ങളെല്ലാം ഏതാണ്ട് നീങ്ങിക്കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ജില്ലാതലത്തിലൊരു പദ്ധതിയുടെ ഭാഗമായി നടക്കേണ്ടതാണ്. കനോലി കനാലും അതിൻ്റെ ഭാഗമായി തന്നെ ഉൾപ്പെടുന്നൊരു കാര്യമാണ്. അതും ജില്ലാതലത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൂടിയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടക്കേണ്ടുന്ന മറ്റൊരു പ്രവർത്തനമാണ്. ഈ ഘട്ടത്തിലെ ഞാൻ പറഞ്ഞ പരിപാടികളിൽ ഇത് രണ്ടും ഉൾപ്പെടുന്നില്ല. മറ്റു കാര്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാരിൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് കല്ലായിപ്പുഴയും അതുപോലത്തെ കനാലിൻ്റെയും പദ്ധതികൾ രൂപപ്പെട്ടു വരുന്നത്. 150 കോടി രൂപയാണ് കുറ്റ്യാടി കനാലുകൾക്കായി അനുവദിച്ചിരിക്കുന്നത്. കനോലി കനാലും കല്ലായിപ്പുഴയുടെ വീണ്ടെടുപ്പും കോരപ്പുഴ ശുചീകരണവും വരുന്നതോടെ തീരങ്ങൾ സന്ദർശന കേന്ദ്രങ്ങളായി മാറും. തീരങ്ങൾ സൗന്ദര്യവൽക്കരിക്കാനും പദ്ധതിയുണ്ട്. 603 കിലോമീറ്ററുള്ള കനാൽ ശൃംഖലയിൽ 450 കിലോമീറ്റർ മാത്രമാണ് നിലവിൽ വെള്ളമെത്തുന്നത്. കയർ ഭൂവസ്ത്രം വിരിച്ച് ചെരുവുകളിൽ പുല്ലുകൾ പിടിപ്പിച്ച് പ്രകൃതിക്കനുയോജ്യമായി ഹരിതാഭമാക്കാനാണ് പദ്ധതി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.